ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെബീൻ സാറാസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ചോക്കോ ക്രീം ബണ്ണാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുറമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്, ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നതാണോ ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോക്കോ ക്രീം ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് പാനിൽ ഫ്രൈ ചെയ്തിട്ട് ബണ്ണുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ 2/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 3/4 കപ്പ് മൈദയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതൊന്നൊരു സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് ടൈം കുഴച്ചെടുക്കണ്ട. നമ്മളിത് എന്തായാലും ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ ആദ്യം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ബട്ടർ ചേർക്കുന്ന ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചത് റെഡിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാവ് ഇങ്ങനെ പിടിക്കുമ്പോൾ പൊട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാവ് റെഡിയായി. ഇതിനി നമുക്ക് 1 ഹവറും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ ആദ്യം മാവ് വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. ഞാനത് മിസ്സായി പോയതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മാവ് എടുക്കുന്ന സമയത്തും കയ്യിൽ ഓയിലാക്കണം. അത് വീഡിയോ ഷൂട്ടിൻ്റെ ഇടയിൽ അത് എണ്ണ തടവാത്തതുകൊണ്ട് തന്നെ കൈക്കൊക്കെ നന്നായി പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മുഴുവനായിട്ട് മാവ് ഞാൻ എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ കുബൂസിനും ഒക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതിന് മുകളിൽ ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് വെച്ചാൽ നമ്മൾ എണ്ണയൊക്കെ ചുടാവുന്ന ഒരു ടൈം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓയിൽ അത് ഒരുപാട് ഒഴിക്കേണ്ട, നമ്മൾ കുറച്ച് മതി. നമുക്കിതൊരു മീഡിയം സൈസിൽ പൊങ്ങി വന്നാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇത്ര ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഓയിൽ ഒഴിച്ചാൽ ഒരുപാട് അങ്ങ് പൊങ്ങി വന്നാൽ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. വല്ലാണ്ട് പൊങ്ങിയിട്ടുണ്ടാവും.
ചോക്ലേറ്റും പിന്നെ അതുപോലെ തന്നെ 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അത്ര തന്നെ നമുക്ക് ഫ്രഷ് ക്രീം എടുക്കാം. ഇത് ഫ്രഷ് ക്രീം നന്നായി ചൂടാക്കിയതിന് ശേഷം, തിളയ്ക്കൊന്നും വേണ്ട, ചൂടാക്കിയതിന് ശേഷം നമുക്കത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റിൽ. അങ്ങനെ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ 2 പാത്രത്തിലോട്ടും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതുപോലെ എല്ലാ ബണ്ണിലും ഫില്ല് ചെയ്ത് കൊടുക്കാം.